കഴിഞ്ഞ മണിക്കൂറുകളിൽ നിങ്ങളെല്ലാവരും കേട്ടൊരു വാർത്തയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലെ തലസ്ഥാന നഗരിയായ കരക്കാസ് ഉൾപ്പെടെയുള്ളതായ സുപ്രധാന 7 നഗരങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്നും അവിടുത്തെ ഭരണാധികാരിയായ നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്ക തടവിലാക്കിയെന്നും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വളരെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ തന്നെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, ഞാൻ ഈ ലൈവിൽ വരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ചില വാർത്തകൾ നോക്കിയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അടക്കം കോലം തെരുവിൽ കത്തിച്ചുകൊണ്ടുള്ളതായ ചില പ്രതിഷേധങ്ങൾക്ക് വരെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അപ്പം ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്താണ് അമേരിക്ക വെനസ്വേലയിൽ ഉദ്ദേശിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചതെന്ന് വളരെ നിഷ്പക്ഷമായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ അടുത്തുള്ള രാജ്യമായ വെനസ്വേലയെ അമേരിക്ക ആക്രമിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഏകദേശം 1 വർഷമായിട്ട് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റായി ഇപ്പോൾ 1 വർഷം അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് നടത്തിയൊരു വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. താൻ ലോകത്തെ യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കുമെന്ന്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ലോകത്തിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നടക്കുന്ന, യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ നടക്കുന്നതായ ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ വിഷയങ്ങളായിക്കോട്ടെ എന്ന് വേണ്ട ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നടക്കുന്നതായ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ നടക്കുന്നതായ അമേരിക്ക തന്നെ ഇപ്പോൾ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയെ തന്നെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, വെനസ്വേലയെ ആക്രമിച്ചതിന് അമേരിക്ക പറഞ്ഞതായ 1-2 കാര്യങ്ങൾ ഇന്നത്തെ വാർത്തയിൽ, അതായത് ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സമയം രാവിലെ ഡൊണാൾഡ് ട്രംപ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ്, ലഹരിയുടെ കടത്താണ്. ഓർക്കണം, ലഹരിയുടെ കടത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയെയും ആ രാജ്യത്തെ സുപ്രധാനമായ 7ഓളം പ്രധാനപ്പെട്ട നഗരത്തെയും ആക്രമിക്കുന്നു. ആ രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു ഭരണത്തലവനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്ക ബന്ദിയാക്കിയിരിക്കുകയാണ്. ഈ ഭരണത്തലവൻ്റെ തലയ്ക്ക് അമേരിക്ക നിശ്ചയിച്ച വില എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ, അതായത് 2001 സെപ്റ്റംബർ 11 നടന്നതായ അമേരിക്കയ്ക്ക് അകത്ത് നടന്നതായ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ്റെ തലയ്ക്ക് അമേരിക്ക നിശ്ചയിച്ച വിലയുടെ നേരെ ഇരട്ടിയാണ്. ഏത് തീവ്രവാദ പ്രവർത്തനത്തിന് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഉൾപ്പെടെയുള്ളതായ അമേരിക്കയുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തെ അല്ലെങ്കിൽ ഭരണത്തെ തന്നെ നിയന്ത്രിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങിലേക്ക് ആക്രമണം നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വ്യക്തിയുടെ തലയ്ക്ക് അമേരിക്ക ഇട്ട വിലയേക്കാളും ഇരട്ടി $US വിലയിട്ടത് ഏത് ലഹരിക്കടത്തിൻ്റെ പേരിൽ ഇന്ന് അമേരിക്ക അറസ്റ്റ് ചെയ്തതായ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ തലയ്ക്ക്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയുടെ തടവിലാണ് എന്നുള്ളതാണ് വാർത്തയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായ വിശദാംശങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ലഹരിക്കടത്തിൻ്റെ പേരിലല്ല അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിൽ ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കയ്യിൽ തോക്കുമായിട്ട് നടക്കുവാൻ അവകാശമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. നിങ്ങൾ പത്രവാർത്തകളിലും മാധ്യമ വാർത്തകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്കൂളിൽ വിദ്യാർത്ഥി തോക്ക് കൊണ്ടുവന്നു, ആക്രമിച്ചു, വെടിയുതിർത്തു, ആളുകൾ മരണപ്പെട്ടു, സഹപാഠി മരണപ്പെട്ടു, അധ്യാപകന് വെടിയേറ്റു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ. അതും അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്ക അല്ലാത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് ചിലപ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ കയ്യിൽ തോക്കുമായിട്ട് സ്കൂളിൽ വരുന്ന രാഷ്ട്രത്തിൽ ആ രാഷ്ട്രം വേറൊരു രാഷ്ട്രത്തെ ലഹരിക്കടത്തിൻ്റെ പേരിൽ ആ രാഷ്ട്രത്തിൻ്റെ തലവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ഇത് ലഹരിക്കടത്തല്ല, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വെനസ്വേലയിൽ നിന്ന് ലഹരി ഒഴുകിയെത്തിയതല്ല അമേരിക്ക വെനസ്വേലയെ ആക്രമിക്കാൻ കാരണം. ഇനി അങ്ങനെയാണെങ്കിൽ
മറ്റൊരു കാര്യം കൂടിയുണ്ട്. വെനസ്വേല ആക്രമിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അമേരിക്ക ആക്രമിക്കേണ്ടത് മെക്സിക്കോയാണ്. കാരണം വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ലഹരി സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. അത് മാത്രമല്ല, മെക്സിക്കോയെ അമേരിക്ക ഭാവിയിൽ ആക്രമിക്കുമല്ലോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇനി വെനസ്വേലയെ ആക്രമിച്ചതിന്റെ പേരിൽ ന്യായീകരിക്കാൻ വേണ്ടി അമേരിക്ക ചിലപ്പോൾ മെക്സിക്കോയെ ആക്രമിച്ചേക്കാം. അമേരിക്കയാണ്, പറയാൻ പറ്റില്ല. പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര തിടുക്കത്തിൽ ഒരു ആക്രമണത്തിലേക്ക് തന്നെ കടന്നു? കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 4 മാസമായിട്ട് ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. അമേരിക്കയുടെ നേവി, അതുപോലെ തന്നെ അമേരിക്കയുടെ ഫോഴ്സുകളൊക്കെ വെനസ്വേലൻ തീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണം നടത്താമെന്നുള്ളതായ വാർത്തകളൊക്കെ നിരവധി തവണ പുറത്തു വരികയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് തന്നെ അമേരിക്ക, അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെ അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചതിന്റെ കാരണം എന്തായിരിക്കും? ഒരല്പം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതോട് ചേർത്ത് ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട്. വർഷങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അമേരിക്കയും വെനസ്വേലയും തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ പോയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് ചെറിയൊരു മാറ്റം വന്നത് 1999 അവിടുത്തെ ഒരു വിപ്ലവ നേതാവ് കൂടിയായ ഹ്യൂഗോ ഷാവേസ് വെനസ്വേലയുടെ അധികാരത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഷാവേസ് കടന്നു വന്നതിന് ശേഷം ഷാവേസ് എടുത്തതായ നിലപാടുകൾ അമേരിക്കൻ നിലപാടുകൾക്കെതിരായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ 99 ഷാവേസ് അധികാരത്തിലേക്ക് കയറിയതിനു ശേഷം പിന്നെ അമേരിക്കയുടെ ഭരണാധികാരികളെ തന്നെ എടുത്തു നോക്കാം. അമേരിക്കയിൽ പാർട്ടികൾ, അധികാരത്തിൽ വന്ന പാർട്ടികളൊക്കെ മാറി മറിഞ്ഞു വന്നു. ബിൽ ക്ലിന്റൺ വന്നു, ജോർജ് ബുഷ് വന്നു, ഒബാമ വന്നു, ട്രംപ് വന്നു, അതിനുശേഷം ബൈഡൻ വന്നു, വീണ്ടും ട്രംപ് വന്നു. ഇങ്ങനെ അമേരിക്കയിലെ ഭരണ നേതൃത്വങ്ങൾ മാറി മാറി വന്നെങ്കിലും അമേരിക്കൻ നിലപാടുകളോട് ഹ്യൂഗോ ഷാവേസ് തുടങ്ങി വെച്ചതായ ഒരു സൈലന്റ് യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധം അമേരിക്ക വെനസ്വേല എന്ന് പറയുന്ന ഒരു ബന്ധം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അത് മാത്രമല്ല, അതിനിടയിൽ ചെറിയൊരു കാര്യം, അതായത് ഈ കാര്യത്തിൽ വെനസ്വേലയെ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. വെനസ്വേല അമേരിക്കയെ ശത്രുപക്ഷത്തേക്ക് നിർത്തിയതിൻ്റെ ഒപ്പം തന്നെ ചൈന, റഷ്യ, ഇറാൻ മുതലായ രാജ്യങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും അവരുമായിട്ട് നിരവധി കരാറുകളിലേക്ക് ഏർപ്പെടുകയും എണ്ണ ഉൾപ്പെടെയുള്ളതായ കാര്യങ്ങളിൽ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വന്ന് ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതൽ അമേരിക്കയുടെ ഒരു ബദ്ധശത്രു എന്ന രീതിയിലേക്ക് വെനസ്വേല മാറ്റപ്പെട്ടു. മാത്രമല്ല, അമേരിക്കൻ നയങ്ങൾക്ക് കീഴടങ്ങാതെ അതിശക്തമായിട്ട് തന്നെ ഹ്യൂഗോ ഷാവേസ് അമേരിക്കയെ പ്രതിരോധിച്ചു നിൽക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വെനസ്വേലയിൽ ഹ്യൂഗോ ഷാവേസ് ഇത്തരമൊരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ സംഭവിച്ച വേറൊരു കാര്യമെന്ന് പറയുന്നത്, വെനസ്വേലൻ ജനത ഹ്യൂഗോ ഷാവേസിന്റെ ഒപ്പം നിന്നു. അത് മാത്രമല്ല, ഷാവേസ് മരണപ്പെട്ടത് 2013 തോന്നുന്നു. ഹ്യൂഗോ ഷാവേസ് അന്തരിക്കുന്ന സമയത്ത് ഷാവേസിന്റെ പേര് ലോകത്തിലെ ഈ ഇടതനുകൂല സംഘടനകളും അതുപോലുള്ളതായ വ്യക്തികളൊക്കെ ഷാവേസിന്റെ പേരിനെ നമ്മുടെ ക്യൂബൻ വിപ്ലവ നേതാവായ നമ്മുടെ ഫിഡൽ കാസ്ട്രോ ഉണ്ടല്ലോ, കാസ്ട്രോയുടെ പേരിനോടൊക്കെ ചേർത്ത് പിടിച്ച് പറയുന്നതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ഇരുവരും മരണപ്പെട്ട സമയത്തും ഇവരെ രണ്ടുപേരുടെയും പേരുകളൊക്കെ ഒരേ സമയം തന്നെ ഓർമ്മിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അതിശക്തമായിട്ട് അമേരിക്കൻ നിലപാടുകളെ എതിർത്ത് ചൈന, റഷ്യ, അതുപോലെ തന്നെ ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്ക് അനുകൂല നിലപാട് കൂടി ഈ പറയുന്നതായ ഹ്യൂഗോ ഷാവേസ് സ്വീകരിച്ചത് തീർത്തും ഇവർ തമ്മിലുള്ളതായ ബന്ധം കൂടുതൽ വഷളാകുന്നതിലേക്ക് നയിച്ചു. പിന്നീട് ഹ്യൂഗോ ഷാവേസ് മരണപ്പെട്ടപ്പോൾ, അതാണ് രസം, ഹ്യൂഗോ ഷാവേസ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്നതാണ് ഈ പറയുന്നതായ മഡൂറോ, നിക്കോളാസ് മഡൂറോ. അദ്ദേഹത്തെയും ഭാര്യയുമാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്ക അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അവരിരുവരും അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ പറയുന്നതായ അന്നത്തെ വ്യത്യാസം, ഇത് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഷാവേസ് വെനസ്വേല നിയന്ത്രിച്ചിരുന്ന സമയത്ത് ഷാവേസിന് വെനസ്വേലൻ ജനതയുടെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. കാര്യം അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, കാരണം രാജ്യത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് രാജ്യത്തിനൊപ്പം നിൽക്കുന്നതായ ഒരു ചിത്രം പല രാജ്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഷാവേസിന് വെനസ്വേലൻ ജനതയുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കണ്ടത് നേരെ തിരിച്ച. അത് മറ്റൊന്നുമല്ല, ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതായ നിക്കോളാസ് മഡൂറോയ്ക്ക് ഈ പറയുന്നതായ വെനസ്വേലൻ ജനതയുടെ ഒരു പിന്തുണ ഷാവേസിന് കിട്ടിയതുപോലെ കിട്ടുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനും പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ വിലക്കയറ്റത്തിന്റെ
അതിൻ്റെതായ പ്രശ്നങ്ങൾ, പിന്നെ മനുഷ്യന്റെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതായ പല പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കാണുന്നതിൽ ഒരുപക്ഷെ നിക്കോളാസ് മഡൂറോ പരാജയമായിരിക്കാം. അല്ലെങ്കിൽ മുൻ അവരുടെ ഭരണാധികാരിയായ ഹ്യൂഗോ ഷാവേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കാം എന്നുള്ളൊരു തോന്നലിലാകാം. കാരണം വെനസ്വേലൻ ജനതയ്ക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വന്നതായിട്ട് ഞാൻ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ലൈവിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നത്. മാത്രമല്ല, അവിടുത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായാലും അത് ആ ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരു വിഭാഗത്തെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ അമേരിക്ക എന്തായാലും അവിടുത്തെ തലസ്ഥാന നഗരി അടക്കം ആക്രമിക്കുക. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അതായത് പല കാരണങ്ങളുണ്ട്. ഈ പറയുന്ന 99 ഹ്യൂഗോ ഷാവേസ് വന്നത് മുതൽ സ്വീകരിച്ചതായ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളാണ് അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്നതായ റഷ്യ, സൗദി അറേബ്യ പോലുള്ളതായ രാജ്യങ്ങളൊക്കെ. ഓർക്കണം, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളതായ എണ്ണ സമ്പത്തുണ്ടല്ലോ, അതായത് സൗദി അറേബ്യയിലുള്ളതായ എണ്ണ സമ്പത്ത്, ഇതുപോലെ തന്നെ എണ്ണ സമ്പത്ത് കൈവശമുള്ള ഒരു രാജ്യമാണ് വെനസ്വേല. അപ്പോൾ ഓർക്കണം, ലഹരി മരുന്നിന്റെ അല്ലെങ്കിൽ ലഹരിക്കടത്തിന്റെ പേരിലാണ് അമേരിക്ക വെനസ്വേലയിൽ ആക്രമണം നടത്തിയത് എങ്കിലും അതേസമയം തന്നെ ഞാൻ പറയാണ്, വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിൽ അമേരിക്കയ്ക്ക് നേരിട്ടുള്ളതായ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായി. ഹ്യൂഗോ ഷാവേസിന്റെ കാലം മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വെനസ്വേലയുടെ അകത്തുള്ളതായ കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് പറയത്തക്ക രീതിയിലുള്ളതായ അധികാരങ്ങൾ നിലവിലില്ല. അമേരിക്കൻ പ്രസിഡന്റുമാർ മാറി മാറി വന്നു. ഈ വന്ന പ്രസിഡന്റുമാർക്കെല്ലാം വെനസ്വേലയോടുള്ള നിലപാടുകൾ വിരുദ്ധമായിരുന്നു. കാരണം അവിടുത്തെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളത് അമേരിക്കയുടെ കാലത്തെയും വലിയൊരു സ്വപ്നം തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. ഞാൻ പ്രിയമുള്ളവരെ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ പരിചയത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ ഞാനുമായിട്ട് അടുത്ത് ഇടപെടുന്നവർക്കൊക്കെ ചിലപ്പോൾ വ്യത്യസ്ത നിലപാടുകളായിരിക്കും. പക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് വളരെ ഓപ്പണായിട്ട് തന്നെ പറയുന്നത്. അവിടുത്തെ എണ്ണ സമ്പത്തിനെ കൈവശപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളതായ ഒരു ലക്ഷ്യമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തി, അതായത് നിലവിലുള്ളതായ അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ കയറിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് ലോകത്ത് സമാധാനം കൊണ്ടുവരും, അതിനുശേഷം യുദ്ധങ്ങൾ നിർത്തലാക്കുന്ന, രാഷ്ട്രങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരുന്നതായ യുദ്ധങ്ങൾ നിർത്തലാക്കുന്ന രീതിയിലേക്ക് അതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ടിറക്കുന്നു. ഒരു നിമിഷത്തിൽ കഴിഞ്ഞ വർഷത്തെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുമോ എന്ന് വരെ തോന്നിപ്പോയൊരു ഘട്ടമുണ്ടായിരുന്നു. കാരണം പലരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതായിട്ടൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മാത്രമല്ല, അത് ലഭിച്ചത് ഒരു വെനസ്വേലൻ സിറ്റിസനാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം ലൈവ് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, ഇത്തരത്തിൽ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്ന അമേരിക്ക തന്നെ നേരിട്ടൊരാക്രമണം നടത്തുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ, അത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രത്തെ തന്നെയാണ് അമേരിക്ക ആക്രമിക്കുന്നത്. അതിൻ്റെ തലസ്ഥാന നഗരി ആക്രമിക്കുന്നു, ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയെ ബന്ദിയാക്കുന്നു. അപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ആളുകളുടെയും കയ്യിലെടുക്കുവാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതും നമുക്ക് വ്യക്തമാണ്, പകല പോലെ വ്യക്തമാണ്. കാരണം അതിനകത്ത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതായ ഓപ്പറേഷൻ ഒടുവിലാണ് ഇന്ന് ഈ പറയുന്നതായ ഒരു ആക്രമണം നടത്തുകയും ഈ പറയുന്ന മഡൂറി അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ബന്ദിയാക്കിയത്. ഒറ്റ നിമിഷം കൊണ്ട് നടന്ന ആക്രമണമല്ല. കഴിഞ്ഞ 4 മാസം ഞാൻ എടുത്തു പറയാം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 4 മാസം എന്ന് പറയുന്നത് അമേരിക്ക ഇതിനുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളിലുമായിരുന്നു. നേരെ ചെന്ന് ഒരൊറ്റ ആക്രമണം നടത്തിയല്ല ചെയ്തത്. അപ്പം അമേരിക്കയുടെ ഏത് ആക്രമണങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അതിൻ്റെ പിന്നിലുള്ളതായ തയ്യാറെടുപ്പുകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി അവശേഷിക്കുന്നതായ ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഇനി അങ്ങോട്ടുള്ളതായ വെനസ്വേലയുടെ ഭാവി എന്തായിരിക്കും? കാരണം നിക്കോളാസ് മഡൂറോയ്ക്ക് ജനപിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിലും ഇനി ജനപിന്തുണ കിട്ടി ഹ്യൂഗോ ഷാവേസിനെ പോലെയുള്ളതായ ഒരു വ്യക്തി വെനസ്വേലയുടെ ഭരണ നേതൃത്വത്തിലേക്ക് കടന്നു വരുമോ, അതല്ലെങ്കിൽ അമേരിക്ക റബ്ബർ സ്റ്റാമ്പായിട്ട് വെക്കുന്നതായ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ഭരണം നിയന്ത്രിച്ചിട്ട് അവിടുത്തെ എണ്ണയുടെ സ്വത്തുക്കൾ മൊത്തം അമേരിക്കയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനായിട്ടുള്ളൂ. അതിലൊരു വ്യക്തമായിട്ട് നമുക്കിപ്പൊന്നും പറയാൻ പറ്റില്ല വെനസ്വേലയിൽ നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാലും അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചതിൻ്റെ പിന്നിലുള്ളതായ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് അമേരിക്ക പറഞ്ഞ പോലെ ലഹരിയല്ല, ലഹരിയുടെ കടത്തല്ല. ലഹരിയുടെ കടത്താണെങ്കിൽ ആദ്യം ആക്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ മെക്സിക്കോയെ ആയിരുന്നു. അപ്പോൾ മെക്സിക്കോയെ ആക്രമിക്കാതെ ലഹരിയുടെ കടത്തിൻ്റെ പേരിൽ അമേരിക്ക ഇന്ന് വെനസ്വേലയെ ആക്രമിച്ചപ്പോൾ അതിൽ നിന്നും എണ്ണയിൽ നിന്നുള്ളതായ സമ്പത്താണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം വെനസ്വേലയിലെ ജനങ്ങളോട് പോലും
ആക്രമണത്തിന് അല്ലെങ്കിൽ പ്രതിരോധത്തിന് തയ്യാറാകുവാനുള്ള ഒരു ആഹ്വാനം അറസ്റ്റിലാവുന്നതിന് മുമ്പ് നിക്കോളാസ് മഡൂറോ നടത്തിയതായിട്ട് കൂടി ഞാൻ വാർത്തയിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വിഷയത്തെക്കുറിച്ച്, അതായത് എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിലേക്ക് ഒരു ആക്രമണത്തിന് പോയത് എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിലേക്ക് കടന്നു വന്നത്. വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ, യാതൊരു വിധത്തിലും ഒരു രാഷ്ട്രത്തിൻ്റെയും പക്ഷം പിടിക്കാതെ തന്നെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇന്ന് ഞാൻ ഈ തൽക്കാലം ഈ ലൈവിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഏതായാലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തോടുള്ള ബന്ധത്തിൽ, മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ലൈവിലോ മറ്റൊരു ഇൻഫർമേഷനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ സമയത്തും ഇത് വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഈ ലൈവിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.